ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തുടക്കത്തിലേ കാണിക്കുന്നത് അമ്മയും മോനും കൂടെ അവിടെ കിടന്ന് നെഞ്ചിലാതി പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നവ്യ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന നവ്യയെ കണ്ടപ്പോഴത്തേക്ക് ഈശ്വര, ജലജയ്ക്കും അഭിക്കും എവിടെ നിന്നൊക്കെയാ ബുദ്ധിമുട്ടുകൾ വരുന്നതെന്ന് പറയാൻ പറ്റണില്ല. അപ്പം നവ്യയെ കണ്ടപ്പോഴത്തേക്കും വന്നു എന്ന് ജലജ. നവ്യ അവിടെ ഇറങ്ങിയിട്ട് എന്തോ ആലോചിച്ച് കുറച്ച് നേരം നിന്നിട്ടാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. എടാ, നേർച്ചക്കോഴിയെ പോലെ നീ മുറി പോയിരിക്കടാ, അവൾ എന്ത് ചോദിച്ചാലും ഒരു അക്ഷരം പോലും നീ മിണ്ടണ്ടാന്ന് പറയും. അപ്പോൾ അവൾ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ കൊല്ലും അമ്മേ എന്ന് അഭി. അതുകൊണ്ടാ പറഞ്ഞത്, ചാകാനേ തയ്യാറായിട്ട് നിന്നോട് പോയിരുന്നോളെ. ഇങ്ങനെ മനുഷ്യത്വം ഇല്ലാതെ ഒന്നും സംസാരിക്കല്ലേ അമ്മേ. നീ ഒരാൾ കാരണമാണ് ഞാനിപ്പോൾ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയതെന്ന് ജലജ പറയാം. നീയാണ് എല്ലാത്തിനും ആണിക്കല്ലെന്നും. അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ട് അവിടെ ഇരിക്കും കേട്ടോ. അതുപോലെ ദേവയാനിയും ഉണ്ട്. അപ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരെ ആരെയും കാണാതെ നവ്യ മുകളിലോട്ട് കയറി പോകുമ്പോൾ മോളെ എന്നും പറഞ്ഞ് നവ്യ മുത്തശ്ശി വിളിച്ചു. എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നവ്യയെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അവിടെ. അപ്പോഴത്തേക്ക് നവ്യ ഇവരുടെ അടുത്തേക്ക് വന്നു. എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ നവ്യ ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോൾ നീ എവിടെ പോയതാ മോളെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയതാണെന്ന് പറഞ്ഞു. ആരെ കാണാൻ പോയതാണെന്നാണ് ചോദിച്ചതെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം എൻ്റെ അമ്മയെ കാണാനാണ് പോയത്. അമ്മ നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു ചോദിച്ചു. മകളും അമ്മയും തമ്മിലുള്ള സംസാരം എന്തിനാ മറ്റുള്ളവർ അറിയുന്നതെന്ന് നവ്യ അന്നേരം ദേവയാനിയോട് ചോദിച്ചു. അപ്പോഴും തറതലേ പറയുന്നുള്ളൂ. അതും പറഞ്ഞ് നവ്യ അകത്തേക്ക് കയറിപ്പോയി. ഇവരന്നേരം ഈ ഒരു കാര്യത്തെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനക എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയുടെ ജീവിതത്തിലൊന്നും ഒരു ദുരന്തവും സംഭവിക്കാൻ പാടില്ല എന്ന് മുത്തശ്ശൻ പറയുകയാണ്. ഇപ്പോൾ കനക എന്തെങ്കിലും അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറേ നാളായിട്ട് നമ്മൾ മനസ്സിലിട്ട് പുകച്ച കാര്യങ്ങളല്ലേ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. ഗോവിന്ദനും കനകയും വളരെ നല്ല ആൾക്കാരാണെന്നും അവർക്ക് നല്ല വിഷമമുണ്ട് ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടെന്ന് മുത്തശ്ശൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നു. പ്രത്യേകിച്ച് ആദർശും നയനയും വീട് വിട്ടു പോയത് അത് അവരെ വല്ലാണ്ട് തളർത്തിയിട്ടുള്ള കാര്യമാണെന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് അവരവരുടെ മനസാക്ഷിയെ വഞ്ചിക്കാതെ ഒരു തീരുമാനം എടുത്തതാണെന്നും പറഞ്ഞു. ഇതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ നഷ്ടം വല്ലതും ഉണ്ടായാൽ അത് കൂടുതൽ കുടുംബത്തെ തളർത്തില്ലേ അച്ഛാന്ന് ദേവയാനി ചോദിച്ചു. അപ്പം അത് ആദർശം നയനിയും ഈ വീട് വിട്ടു പോയപ്പോൾ എല്ലാവരും പിടിച്ചു നിന്നില്ലേ എന്ന് ചോദിക്കാം മുത്തശ്ശി. അതുപോലെ ഇനി എന്ത് സംഭവിച്ചാലും അതൊക്കെ സഹിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടതെന്നും മുത്തശ്ശി അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും അവിടെ അഭി വേർത്തു കുളിച്ചിങ്ങനെ ഇരിക്കുക മുറിയിൽ. ഒരു സമാധാനമില്ല. അപ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. നവ്യ കയറി ചെന്നപ്പോഴത്തേക്ക് അഭി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക. നവ്യ വന്നിട്ട് ഈ അഭി അടിമുടി ഇങ്ങനെ നോക്കുക കേട്ടോ. അല്ല, അമ്മയെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പം നവ്യ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അല്ല, അമ്മയെ കാണാനല്ലേ നീ പോയത് എന്നൊക്കെ അഭി ഇങ്ങനെ നവ്യയോട് തരാമെന്ന് ചോദിക്കുന്നു. എന്താ നവ്യ നീ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നവ്യ അഭിയുടെ നേരെ ഒരു നോട്ടം. അഭിക്ക് കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങി. അഭിയാണ് ഇവനെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് അല്ല, നീ പോയപ്പോൾ മുതൽ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു ഞാൻ. കാരണം നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി അവരൊക്കെ എന്തും ചെയ്യുമെന്ന് പറയുമ്പം മിണ്ടരുത് നീ എന്ന് നവ്യ അഭിയോട് പറഞ്ഞു. പണിവാളിയെന്ന് മനസ്സിലായി അഭിക്ക്. അല്ല, എന്താ നവ്യേ, തൽക്കാലം എന്നോടൊന്നും ചോദിക്കരുതെന്ന് നവ്യ പറയാം. അപ്പോൾ അഭി ഇങ്ങനെ നോക്കുക കേട്ടോ. എനിക്ക് നിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റത്തില്ല, അത്ര തന്നെയെന്നും നവ്യ അഭിയോട് പറയണു. അതെന്താ അങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് നവ്യ അവിടെ ചെന്ന് അങ്ങോട്ടേക്ക് ഇരുന്നു. നവ്യ ഇരിക്കുന്നതൊക്കെ കണ്ടപ്പോഴും അഭിക്ക് പേടി. ഈശ്വര, ഇവൾ വല്ല അറിഞ്ഞിട്ടായിരിക്കും വന്നിരിക്കുന്നതെന്നുള്ള ആ ഒരു ഉള്ളിലെ ഒരു ആദിയാണ്. അപ്പോൾ ഇവളുടെ മനസ്സിനുള്ളിൽ എന്നാണെന്ന് അറിയത്തില്ലല്ലോ ദൈവമേ. എന്തായാലും മുറിക്കകത്തുണ്ടായിരുന്ന കത്രിക ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞ് അഭി ഇങ്ങനെ അവിടെ സ്വയം ആശ്വസിച്ച് നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആദർശവും നയനയും കനകയും കൂടി ആദർശിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. കയറി വന്നത് നയന അമ്മയോട് പറയാം, അമ്മ ചെയ്തത് എന്തായാലും ഒട്ടും ശരിയായില്ല കേട്ടോ. അമ്മ ചെയ്തത് വളരെ വലിയ അബദ്ധം കേട്ടോ അമ്മയെന്ന് പറയുമ്പോൾ ഇനിയും നവ്യ അഭിയും അവൻ്റെ അമ്മയും കാരണം അനന്തപുരിയിലുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്ന് നയനയോട് പറയണം. പിന്നെ നവ്യ ഇനി മോൻ കുറ്റക്കാരനാണെന്നുള്ളത് സംസാരിക്കാനും പാടില്ല എന്ന് പറയുമ്പം അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നത് സഹിക്കാൻ പറ്റാത്തവരാണ് എൻ്റെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ. പക്ഷെ അവരൊക്കെ എല്ലാം മൂടി വെച്ചത് നവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയന്നിട്ടാണെന്ന് ആദർശ് പറയുമ്പം അമ്മേ നവ്യേച്ച് വീട്ടിലെത്തിയൊന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. അന്നേരം പിന്നെ ഞാനിനി വിളിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നും കനക പറയാണ്. അത്രത്തോളം ഈ സംഭവത്തിൻ്റെ പേരിൽ നീറി നടക്കുമായിരുന്നു ഞാനും ഗോവിന്ദേട്ടനൊക്കെ എന്ന് പറയുമ്പോൾ എന്നിട്ട് അച്ഛൻ ഇതിനെ അനുകൂലിച്ചില്ലല്ലോ. അച്ഛനിപ്പോൾ ഈ കാര്യത്തിൽ രണ്ട് രീതിയിലുള്ള അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നും അച്ഛന് സത്യങ്ങളൊക്കെ നവ്യയോട് തുറന്നു പറയണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്ന് ഭയന്നിട്ടാ ഒന്നും പറയാതിരുന്നതെന്ന കാര്യവും കനക ഇങ്ങനെ പറയുവാണ്. അപ്പോൾ നവ്യ കടുങ്കൈയൊന്നും ചെയ്തില്ലെങ്കിലും ഇന്നത്തോടെ അവളുടെ ജീവിതത്തിൽ നിന്ന് അവനെ അടിച്ചിറക്കുമെന്ന് ഉറപ്പാണെന്ന് പറയുമ്പം അല്ലെങ്കിൽ അവളും അവനും തമ്മിൽ കുടുംബജീവിതം നയിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ എന്ന് മുത്തശ്ശി കനക അന്നേരം ചോദിച്ചു.
അവനെ അവളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു. അതിനിപ്പോൾ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ലയെന്നും പറഞ്ഞു. അമ്മേ, അതിൽ ഞങ്ങൾക്കും സന്തോഷം തന്നെ ഉള്ളൂ. എന്നാൽ ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് നമ്മളെയൊക്കെ വിട്ടു പോയാലുണ്ടല്ലോ, ആ സങ്കടത്തിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും നമുക്ക് കരകയറാൻ പറ്റത്തില്ല എന്ന് പറയാണ് നയന. അത് പിന്നെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നതേ അച്ഛനെയും അമ്മയെയും ഒക്കെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞപ്പം, മോളെ സത്യങ്ങൾ പറയാതിരുന്നാലും അത് തന്നെയല്ലേ അവസ്ഥ, അത് തന്നെയല്ലേ ഉണ്ടാകാൻ പോകുന്നതെന്ന് നയനയോട് കനക ചോദിക്കുക. അപ്പോൾ നവ്യ എൻ ജ്വല്ലറിലെ മോഡലായിട്ട് പോയത് ശരിയായതല്ലെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞതാ. അതിൻ്റെ കൂടെ ഒരു അർഹതയില്ലാത്ത ഒരുത്തൻ ആ കമ്പനിയുടെ മാനേജറും കൂടി ആയിട്ട് പോയാലോ? അനന്തപുരി തറവാട്ടിൽ താമസിച്ചുകൊണ്ടല്ലേ അവൻ ഇതൊക്കെ ചെയ്യുന്നതെന്നും ചോദിച്ചു. അതൊക്കെ ശരിയായ കാര്യമാണോ മോളെ എന്നും ചോദിച്ച് കനക നയനയോട് ഇതൊക്കെ പറയുമ്പം, അമ്മയെ മുത്തശ്ശന് അനുവദിച്ചതുകൊണ്ട് അവൻ പോകാൻ തയ്യാറായതെന്ന് ആദർശ് പറഞ്ഞപ്പം, അനുവദിച്ചാലും ഇല്ലെങ്കിലും അവൻ പോകും, അത് ഉറപ്പുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അനുവദിച്ചില്ലെങ്കിൽ രഹസ്യമായിട്ടായിരിക്കും പോകുന്നതെന്ന് മാത്രം. എന്തായാലും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അമ്മയെന്നും പറഞ്ഞ് നയന ഇങ്ങനെ പറയുമ്പം, അമ്മ ഞങ്ങളോടൊന്ന് ആലോചിച്ചിട്ട് ഇതൊക്കെ ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിച്ചു ആദർശ്. നിങ്ങളോട് ആലോചിച്ചാലേ നിങ്ങൾ ഇതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഇതിനെപ്പറ്റി പറയാതിരുന്നതെന്നും പറഞ്ഞു. ഇപ്പം തന്നെ രണ്ടാളും കൂടെ ഓടി വന്നത് എന്നോടൊന്നും പറയരുതെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ എന്നും ചോദിച്ചു. എൻ്റെ ഭാഗ്യത്തിനാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നതെന്ന് പറയുമ്പം, അത് ഭാഗ്യത്തിനാണോ നിർഭാഗ്യത്തിനാണോ എന്ന് ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് നയന ഇങ്ങനെ അവിടെ ഇരുന്ന് അമ്മയോട് പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും അങ്ങനെ ആദ്യ പിടിച്ച് നിൽക്കുമ്പോഴേക്കും അഭി വീണ്ടും ജലജയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ അമ്മേ, എന്താ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കുമ്പം, ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് അഭി ചോദിക്കാം. അവൾ എന്താടാ പറഞ്ഞത്? അവളൊന്നും പറയുന്നില്ലമ്മേ എന്ന് പറയുമ്പം, എടാ ആകെ ടെൻഷനായല്ലോടാ, എന്തൊക്കെയോ മനസ്സിൽ കൂട്ടി വെച്ചിട്ട് അമ്മ അവൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം, എടാ ശരിക്കും കനക അവളോടെല്ലാം പറഞ്ഞു കാണുമല്ലോ അമ്മേ, അതുകൊണ്ടായിരിക്കുമല്ലോ അവളെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് തന്നെ. എൻ്റെ ദൈവമേ, അതുമാത്രമല്ല അമ്മേ, അത് അറിഞ്ഞതിൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ അവളുടെ മുഖത്ത് കാണാനും ഉണ്ടമ്മേ. എടാ എന്നാ നീ അവളുടെ അടുത്തേക്കൊന്നും പോവണ്ട കേട്ടോ, വഴി മാറി നടന്നാൽ മതി എന്ന് ജലജ ഇങ്ങനെ പറയുമ്പം, ഇത് വല്ലാത്തൊരവസ്ഥയായി പോയല്ലോ എൻ്റെ അമ്മയെന്നും പറഞ്ഞ അഭി. എല്ലാം നീ തന്നെയല്ലടാ ചെയ്തു വെച്ചതെന്ന് ജലജ ചോദിക്കുക. എടാ എനിക്ക് നിന്നെ അവൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടിയാടാന്ന് അമ്മ, അല്ലാതെ അവളുടെ ജീവൻ ഒടിക്കാലേ അത് അത്രയും നല്ലതാണെന്ന് ഞാൻ കരുതുമെന്ന് ജലജ പറഞ്ഞപ്പം, അവൾ സാധാരണ പെൺകുട്ടികളെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊന്നും ചെയ്യുന്ന ഒരുത്തിയല്ല. അവളങ്ങനെ അവളുടെ ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഞാനും കാണും അമ്മയെന്ന് അഭി പറയാം. പിന്നെ അവളെ എന്നെയും കൊണ്ടേ പോവത്തുള്ളൂ എന്നും. എടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളുടെ മുന്നിലേക്കൊന്നും ചെന്ന് ചാടി കൊടുത്തേക്കരുതെന്ന്. നിനക്ക് മനസ്സിലായോ വല്ലതും? എടാ നീ ആ മുറിക്കകത്തുള്ള മാരകായുധങ്ങളൊക്കെ എടുത്ത് മാറ്റിയായിരുന്നോടാ? കത്രികയോ കത്തിയോ മറ്റോ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തങ്ങ് മാറ്റാനും പറഞ്ഞ് ആ ഒരു ഇതിൽ പറയുന്നു. എടാ ഒരു മുട്ടുസൂചി പോലും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പം, അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി അമ്മേ, അതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല, ഒരു ബ്ലേഡ് പോലും ഇല്ല എന്ന് പറഞ്ഞു ഈ അഭി. ഒരു വല്ലാത്ത ടെൻഷനായിപ്പോയി. അവൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല, എന്തൊന്നും പറയുന്നില്ലല്ലോ. എടാ അവളെല്ലാം ഉള്ളിലൊതുക്കി നടക്കുക, അത് പൊട്ടിത്തെറിക്കുമ്പോഴേ അണുബോംബിൻ്റെ പവറായിരിക്കും, അത് നീ മറക്കണ്ടെന്നും പറഞ്ഞ് ഈ ജലജ ഇങ്ങനെ അഭിയെ പിന്നെയും പറഞ്ഞും കൂടെ പേടിപ്പിക്കുക. അതും കൂടെ കേട്ടപ്പോൾ അഭിക്ക് ഇരട്ടി പേടിയായി. അഭിയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുക. ഈ സമയത്ത് നവ്യ താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ ചന്തുമോൾ അവിടെ ഇരിക്കും കേട്ടോ. ചന്തുമോളെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കലിയ നവ്യയ്ക്ക്. അതാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നോക്കിയിരിക്കുക. ആ സമയത്ത് ചന്തു അവിടെ ഇരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം ചന്തു അബിയുടെ മകളാണെന്നുള്ള ആ ഒരു ഇതിൽ അബി അവിടെ ഇരിക്കുന്നു. ആ ഒരു ഇതാണ് തോന്നുന്നത് നമുക്ക് നവ്യിക്കാം. അപ്പം നവ്യയുടെ ഈ നോട്ടം കണ്ടപ്പോഴത്തേക്കും ചന്തുമോള് പേടിച്ച് വിറച്ച് പാവം അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ അബിയുടെ ആ ഒരു രൂപ കൊച്ചിൽ തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യയുടെ ഭാവമൊക്കെ അങ്ങ് മാറി. അപ്പോഴത്തേക്കും കൊച്ചു പേടിച്ച് പോയിട്ടോ. അപ്പോൾ ആ കുഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം, എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്ന് ചന്തുമോള് നവ്യോട് ചോദിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഒന്നും മിണ്ടാതെ എന്നിട്ട് മുകളിലേക്ക് കയറിപ്പോയിട്ടും ആ കൊച്ചിനെ തിരിഞ്ഞു നോക്കി അങ്ങ് പോകുക കേട്ടോ. മുറിയിൽ ചെന്നിട്ടും നവ്യയ്ക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ. അമ്മ പറഞ്ഞു ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുക. അതുപോലെ അതിന് മുമ്പ് നടന്ന കാര്യങ്ങളും നവ്യ അവിടെ നിന്ന് ചിന്തിക്കുന്നു. അതായത് ഈ അബി കൊച്ചിനെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ നവ്യ പിന്നാലെ അബി എന്ന് പറഞ്ഞു ഓടി ചെന്നതും അത് കേട്ടിട്ട് ഇവൻ കേൾക്കാതെ വണ്ടി എടുത്തുകൊണ്ട് പോയതും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും. അങ്ങനെ ആ ഓരോ കാര്യങ്ങളും ഓർത്ത് പിന്നെ നമ്മുടെ ദേവയാനി അതുപോലെ മറ്റുള്ളവരും പറയുന്നതെല്ലാം അബി കേൾക്കുന്നത്. അപ്പോൾ നിനക്കും ആ കുഞ്ഞിന് നല്ല സാമ്യമുണ്ടെന്ന് പറയുന്നത് ഇതെല്ലാം ഇങ്ങനെ ഓർക്കുവാണ്. അങ്ങനെ നവ്യ പല കാര്യങ്ങളും ആലോചിച്ച് തകർന്നിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ആ സമയത്ത് തൻ്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ, അതായത് ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഫോട്ടോയും എടുത്ത് കൈ പിടിച്ച് അതിലിങ്ങനെ പിടിച്ച് കരയുക. നവ്യ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ള പേടിയിലാണ് എല്ലാവരും. സഹിക്കാൻ കഴിയാതെ നവ്യ ഇങ്ങനെ അവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പോന്നു. എന്നിട്ട് അവിടെ ഇവിടെ എല്ലാം നോക്കി ആരെങ്കിലും അവിടെ ഉണ്ടോയെന്ന്. ആരെയും കണ്ടില്ല. ഇതിലെല്ലാം പോയി നോക്കും, ആരെയും അവിടെ കണ്ടില്ല. അതിനുശേഷം പതുക്കെ അടുക്കളയിലേക്ക് ചെന്നിട്ട് അവിടെ ഇരുന്ന കത്തി എടുത്തിട്ട് ആ കത്തി എടുത്ത് ആരും അറിയാതെ നേരെ മുറിയിലേക്ക് പോകുക കേട്ടോ. സാരിയുടെ പുതപ്പിൽ
ഇത് മറച്ചു വെച്ച്. എന്നിട്ട് ഈ കത്തി എടുത്ത് കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. അതിന് ശേഷം അവിടെ ഇരുന്നൊരു ഫയൽ എടുത്തു. ആ ഫയൽ ഇങ്ങനെ തുറന്നു മറക്കിയൊക്കെ ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ എല്ലാം എടുത്ത് ഇങ്ങനെ നോക്കുവാണ്. അതിന് ശേഷം ദേ ഒരു പേപ്പറിൽ എന്തൊക്കെയോ എഴുതി വെക്കാനൊക്കെ തുടങ്ങുക. അങ്ങനെ ദേ എല്ലാം ചിന്തിച്ചും എന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടിയും ആ ഒരു കത്തി എടുത്ത് ആ കൈ മുറിക്കാനായിട്ട് നോക്കിയപ്പോഴേക്കും കുഞ്ഞ് സൈഡിൽ കിടന്ന് കരയുന്നു. അപ്പോഴേക്കും വേഗം ആ കത്തി എടുത്ത് മാറ്റിയിട്ട് നവ്യ വേഗം ചാടി കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അപ്പോൾ മരണത്തിലേക്ക് പോകുന്ന നവ്യയെ തലനാരിഴയ്ക്കാണ് തൻ്റെ കുഞ്ഞ് രക്ഷിച്ചെടുത്തത്. അങ്ങനെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് നവ്യ ഭയങ്കര കരച്ചിൽ കേട്ടോ. അങ്ങനെ ആ ഒരു അവസ്ഥ നമ്മുടെ നവ്യ ഓവർകം ചെയ്തു. ആ കുഞ്ഞിൻ്റെ മുഖം അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നവ്യക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അങ്ങനെ നവ്യ ആ കുഞ്ഞിനെ എടുത്ത് ഉറക്കി കുഞ്ഞിനെ സമാധാനിപ്പിച്ച് അവിടെ അങ്ങനെ കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും അബിയും തള്ളയും കൂടി അവിടെ പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുക. നവ്യ എന്താണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ പ്രതികരിക്കും, ഏത് രീതിയിലായിരിക്കും നവ്യയുടെ പ്രതികരണം, ഇതൊക്കെ. അത് കഴിഞ്ഞപ്പോഴേക്കും എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ ഇരിക്കുക. എന്താ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് മനസ്സനുവദിക്കാത്ത ഒരു ഇതിൽ. എന്നിട്ട് ആ അടുത്ത കത്തി എടുത്ത് ഇങ്ങനെ കത്തിയിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണേ. അങ്ങനെ മൊത്തം കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിങ്ങനെ കിടക്കുക. എന്തായാലും ഇനി നവ്യയ്ക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ആ കത്തിയും പിടിച്ച് നവ്യ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെയും നവ്യ ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്നുള്ളത്. കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങി ഭയങ്കര ഇതിൽ കിടക്കുക. ആ സമയം സ്വന്തം മനസാക്ഷി തൊട്ട് മുന്നിൽ വന്നു. ഇങ്ങനെ നവ്യയോട് സംസാരിക്കുവാണ്. നീ കേട്ടത് നിന്റെ അമ്മ പറഞ്ഞത് 100% സത്യമാണെന്ന കാര്യം മനസാക്ഷി നവ്യയോട് പറയുവാണ്. എങ്കിലും അതിൽ 1% തെറ്റുണ്ടല്ലോ എന്ന് പറഞ്ഞ് അഭി ഈ തറവാട്ടിലെ വളർത്തുമകനാണെന്നുള്ള കാര്യം പറയുവാണ്. അതുകൊണ്ട് തന്നെ അവനെ എല്ലാവരും കൂടെ പ്രതിയാക്കാൻ നോക്കിയതാണെങ്കിലോ എന്ന് മനസാക്ഷി ചോദിക്കുന്നു. ആദർശ് സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി അയാൾ ചെയ്ത തെറ്റ് അഭിയുടെ തലയിൽ കെട്ടിവെച്ചതാണെങ്കിലോ എന്ന് മനസാക്ഷി നവ്യയോട് പറയണം. അപ്പോൾ നവ്യ വേറെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പം അങ്ങനെ സംഭവിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് മനസാക്ഷി നവ്യയോട്. അപ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ ആകെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതും പറഞ്ഞിട്ട് മനസാക്ഷി അങ്ങ് പോയി. മനസാക്ഷി അങ്ങ് പോയി കഴിഞ്ഞപ്പം നവ്യ വീണ്ടും കൺഫ്യൂഷനിലായി. ഇതുവരെ അബിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് നവ്യ ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസാക്ഷി വന്ന് പറഞ്ഞപ്പോൾ അത് വേറെ ഇതായി. അപ്പോൾ അതിനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാന്ന് നവ്യ പറയാം. അതുകൊണ്ട് എൻ്റെ അമ്മ പറഞ്ഞ് 100% ശരിയാണോ എന്ന് എനിക്ക് ഉറപ്പിക്കണമെന്ന് നവ്യ മനസ്സിൽ ചിന്തിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ കത്തി എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഈ കത്തി എനിക്ക് ആവശ്യം വരും. സാധാരണ പെൺകുട്ടികളെ പോലെ ഞാൻ മണ്ടിയാവാൻ പാടില്ല എന്നും മരിക്കുന്നതിന് മുൻപ് ആദ്യത്തെ കുത്ത് അവൻ്റെ നെഞ്ചത്തായിരിക്കുമെന്നും നവ്യ പറയാം. എന്നിട്ടേ അവൻ്റെ പിന്നാലെ ഞാൻ പോകാൻ പാടുള്ളൂ. അതാണ് 100% ശരി. അത് തന്നെയാണ് 100% ശരിയെന്നും പറഞ്ഞ് കടുത്ത തീരുമാനമായിട്ട് നമ്മുടെ നവ്യ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും അബിക്ക് കാലനായിട്ട് നവ്യ തന്നെ വരുമെന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ നവ്യ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്താട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.